വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സെൻട്രൽ. ഇസാക്കിന് വേണ്ടി ലിവർപൂൾ 120 മില്യണിന്റെ ഒരു ബിഡ് വയ്ക്കാൻ തയ്യാറായിരുന്നു. ന്യൂക്കാസിൽ ഇപ്പോൾ താരത്തെ വിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ന്യൂക്കാസിലിന്റെ ടാർഗറ്റായ എക്കിറ്റിക്കയിലേക്ക് ഇപ്പോൾ ലിവർപൂളിന്റെ കണ്ണുപോയിട്ടുണ്ട്. ലിവർപൂളാണ് ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് എന്ന് കേൾക്കുന്നു. ന്യൂക്കാസിലിന്റെ 70 മില്യൺ ബിഡ് ഓൾറെഡി ഫ്രാങ്ക്ഫർട്ട് റിജക്റ്റ് ചെയ്തിരുന്നു. താരത്തിന് ഇപ്പോൾ ലിവർപൂളിലേക്ക് പോകാനാണ് കുറച്ചും കൂടി താല്പര്യമെന്ന് കേൾക്കുന്നുണ്ട്. ലൂയിസ് ഡയസിന് വേണ്ടി ബയൺ മ്യൂണിക്ക് വെച്ച 75 മില്യൺ ബിഡ് ലിവർപൂൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. താരത്തിന് ബയണിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് കേൾക്കുന്നു. അതുകൂടാതെ തന്നെ ബാഴ്സലോണയ്ക്കും താരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ സീസണിൽ ക്ലബ്ബ് വിടാൻ തയ്യാറായെന്ന് ഡയസ് അറിയിച്ചു. പോർച്ചുഗൽ യുവതാരമായ കോൺസെഷ്യോയെ പോർട്ടോയിൽ നിന്ന് യുവന്റസ് ടീമിലെത്തിച്ചിരിക്കുന്നു. 30 മില്യന്റെ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. 4 വർഷത്തെ ഇൻസ്റ്റാൾമെന്റായാണ് അതടച്ചു തീർക്കേണ്ടത്. താരം നേരത്തെ തന്നെ യുവന്റസുമായി കരാറിലെത്തിയിരിക്കുന്നു. ഫീ അഗ്രി ചെയ്യേണ്ട താമസമുണ്ടായിരുന്നുള്ളൂ. കൊളംബിയൻ താരം റിച്ചാർഡോ റെയേസിന് വേണ്ടി റോമ രംഗത്ത് വന്നിട്ടുണ്ട്. താരത്തിന് വേണ്ടി ആദ്യം ഒരു ബിഡ് വെച്ചിരുന്നു, അത് റിജക്റ്റ് ചെയ്തു. ഇപ്പോഴിതാ ഒരു 27 മില്യൺ പ്ലസ് 3 മില്യൺ ആഡോൺസിന്റെ പുതിയ ബിഡുമായി റോമ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പാൽമേരസ് പറയുന്നത് അവർക്കൊരു 30 മില്യൺ ഫിക്സ്ഡ് ഫീ വേണമെന്നാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊക്കെ നോക്കാൻ പറ്റിയ നല്ലൊരു പ്ലെയർ തന്നെയാണ്. പക്ഷെ മാൻ യുണൈറ്റഡ് ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബോളറും ഫിസിക്കലായിട്ടൊക്കെ ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നുള്ളതാണ്. എംബിയുമോഡിയിൽ ഇതുവരെയായിട്ട് മാർക്ക് മാൻ യുണൈറ്റഡിന് ഇതുവരെയായിട്ടും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ബോർഡ് എന്താണോ ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ പ്രീ സീസൺ തുടങ്ങാറുമായി. മിക്കവാറും ഈ ഡീൽ കൊളാപ്സ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ബ്രെൻഫോർഡും മിക്കവാറും പേയ്മെന്റ് ഇനിയും കൂട്ടാനാണ് സാധ്യത. ഗർണാച്ചോക്ക് വേണ്ടി ഇപ്പോൾ ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെൽസിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലക്ക് ഒരു ലെഫ്റ്റ് വിങ്ങർ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ണേമേരിക്ക് നല്ല താല്പര്യമുള്ള പ്ലെയറാണ്. യങ്ങാണ്. എങ്ങനെ വന്നാലും പ്രീമിയർ ലീഗ് പ്രൂവനാണ്. ആൾക്കും പ്രീമിയർ ലീഗിൽ തന്നെ തുടർന്നാൽ മതി എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്. യുണൈറ്റഡ് ഒരു 60 മില്യൺ വരെ എക്സ്പെക്ട് ചെയ്യുമായിരിക്കും. എത്ര മില്യൺ ആയിരിക്കും വിൽക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. എമിലിയാനോ മാർട്ടിനസിൽ മാൻ യുണൈറ്റഡിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. റൂബൻ അമോറിം പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട് താരത്തെ ടീമിലെത്തിക്കാനായിട്ട്. മാൻ യുണൈറ്റഡിന് എന്തായാലും സ്ട്രൈക്കർ വേണം. ഒലിവി വോക്കിൻസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. വേണമെങ്കിൽ ഒരു സ്വാപ്പ് ഡീലിന് ശ്രമിക്കാന്നുള്ളൂ. ഗർണാച്ചോക്ക് ഒരു 20 മില്യൺ എക്സ്ട്രാ ഇങ്ങോട്ട് യുണൈറ്റഡിന് കൊടുക്കേണ്ടി വരും. എന്നാൽ പോലും നല്ലൊരു ഡീലായിരിക്കും ഉള്ളത്. യുണൈറ്റഡിന് ഇനി വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല നിലവിൽ. ഗോയ്ക്കിരസ് ടു ആഴ്സണൽ ഏകദേശം കൺഫേം ആണ്. താരത്തിന്റെ ഏജന്റ് എന്തായാലും ലണ്ടനിൽ തന്നെ ഉണ്ട്. ഡീല് കൺഫേം ചെയ്യാനാണ് നിലവിൽ ആഴ്സണൽ ശ്രമിക്കുന്നത്. ഒരു 63 ബില്യൺ പ്ലസ് 10 മില്യന്റെ ആഡോൺ ആണ് നിലവിൽ ആഴ്സണൽ മുൻപോട്ട് വെച്ചേക്കണത്. താരത്തിന് ഇപ്പോൾ നിലവിൽ ഈ സ്പോർട്ടിങ്ങിൽ തുടരാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗോയ്ക്കിരസും മെസ്സിയും കൂടി വന്നു കഴിഞ്ഞാൽ ആഴ്സണലിന്റെ ഒരു ലെവൽ എന്തായാലും വേറെ തന്നെയായിരിക്കും.